കാരണമാണ് ഗൈസ്. എപ്പോഴെന്റെ 9:15 എപ്പടി ഇരിക്ക അമ്മയുടെ മൂടില്ല രണ്ടാൾക്കും ആകെ മൂടപ്പം. ഹലോ, എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ പൂരാട്ടോ. ഒരു പൂരം കുറച്ച് നാൾ മുന്നേ കഴിഞ്ഞതാ. ഇത് ഞങ്ങളുടെ അവിടുത്തെ SNDP അമ്പലത്തിലത്തെ പൂരാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാനുണ്ടാവാം. അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് വീഡിയോ എടുക്കണം. അല്ലാണ്ട് നോർമൽ ഒരു ദിവസത്തെ ഒന്നും വിശേഷമൊന്നും ഇല്ലാത്ത ദിവസം വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എൻ്റെ കസിൻ്റെ കല്യാണമാണ് മറ്റന്നാ. അപ്പോൾ ഒക്കെ കൂടെ ആകെ ഒരു ജഗപ്പൊക്കെയാണ്. അപ്പോൾ നല്ല തിരക്കിലാണ്. കാരണം ഇന്ന് ഷോപ്പിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ചേട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് പോകണം. എൻ്റെ വീടും ചേട്ടൻ്റെ വീടൊക്കെ കൂടെ അടുത്തായതുകൊണ്ട് രണ്ടവിടത്തേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവിടേക്ക് വീട്ടിലേക്ക് പോകണം. അവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ കസിൻ്റെ ജ്വല്ലറി ഇവിടെ അടുത്തുനിന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് പോയി എടുക്കണം. ഇപ്പോഴത്തെ ഇതിലൊക്കെ നോ ഗോൾഡ് വെഡ്ഡിങ് പോലെയാണല്ലോ ചെയ്യുന്നത്. അവർ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അത് മേടിക്കാൻ പോകണം. നല്ല വെയിലാവണ മുന്നേ പോയി മേടിച്ചോണ്ടിരണം. അപ്പം ഞാൻ അപ്ഡേറ്റ്സ് അറിയിക്കാം കേട്ടോ. അപ്പം ഞാൻ ജ്വല്ലറി മേടിക്കാൻ പോവാണ്. ഞാൻ ആദ്യം കൊണ്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. ഒരാളെ എഴുന്നേറ്റിട്ടുള്ളൂ ആമി. ഞങ്ങൾ കാലത്ത് അമ്പലത്തിലൊക്കെ പോയിട്ടോ. അമ്പലത്തിലൊക്കെ പോയി തൊഴുതു ഒക്കെ പറയൊക്കെ നിറച്ചു. അത് കഴിഞ്ഞിട്ട് വന്നതാണേ. ഫുഡ് കഴിച്ചു. അപ്പം നമുക്ക് പോവാം. അപ്പോൾ കാലത്ത് തന്നെ നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. പൊറോട്ടയും സ്റ്റൂ കറിയും. ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. സ്റ്റൂ കറി ഞാൻ ഇന്ന് കാലത്ത് വെച്ചതാണ്. പൊറോട്ട നിലത്തിരിക്കുന്നതാണ്. എപ്പോഴെന്റെ 9:15 9 മണി. ഞങ്ങൾ 9:15 ഞങ്ങൾ 9:15 അമ്പലത്തിൽ പോകുമ്പോ അവളെ ഇട്ടുണ്ടായിരുന്നില്ല. സമയം നോക്കി തെറ്റിട്ടാവും. പോവാ, നമുക്ക് മേടിച്ചിട്ട് വരാം. വാ, നല്ല വെയിലുണ്ടാവും. പാടം വഴി പോണം. ചുമുക്കിലാണ് ആ സ്ഥലം വരുന്നത്. അപ്പൊ അവിടെ പാടം വഴി പോണം. നല്ല വെയിലായിരിക്കും. എന്താ ചെയ്യാ, പോണ്ടേ. നല്ല വെയിലാവുന്ന മുന്നേ പോവാ. ഇപ്പൊ 10:30. ഇപ്പൊ തന്നെ വെയിലുണ്ട് കേട്ടോ. വെയിലുണ്ട്. ഞങ്ങൾ പോയിട്ട് വരാട്ടാ. ഞങ്ങൾ വരുമ്പോഴേക്ക് വേഗം കുളിച്ച് നിക്കണം. അച്ഛൻ്റെ അവിടേക്ക് പോണം. ഷോളുമ്മലും ഇതുമ്മലൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ. ആദ്യം ചിറ്റാട് ഷോളുമ്മ വെക്കാം. എനിക്കത് ചിറ്റയ്ക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടെ. അത് വെച്ച് നോക്കണം. പിന്നെ പക്ഷെ അത് വയലറ്റ് ഷോളില് ചെറുതായിട്ടുള്ളൂ. പുതിയ വണ്ടി കേട്ടോ. വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. എഡിറ്റ് ചെയ്തിട്ടൊക്കെ കൂടെ കുറേ ഉണ്ട് വീഡിയോസ്. ഒക്കെ എഡിറ്റ് ചെയ്ത് ഒരു 2 ദിവസം ഇരുന്ന ചെയ്യാനുള്ള വീഡിയോസ് ഉണ്ട്. ഞാൻ വീഡിയോസ് ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു വീഡിയോ ഇട്ട് ചെയ്തിട്ടില്ല. അത് ചെയ്യണം. കാരണം ഈ തിരക്കായപ്പോ ഇതിനൊന്നും സമയം കിട്ടുന്നില്ല. ആകെ ഒരു എന്താ പറയാ, മൈൻഡും ഫ്രീ അല്ല. മൊത്തത്തിൽ ആകെ ഒരു മൂഡഫ. അതെന്താന്ന് അറിഞ്ഞൂടാ. ഇവരൊക്കെ അതിന് കാരണമാണ് ഗൈസ്. അപ്പൊ പോയിട്ട് വരട്ടെ. മൂടപ്പൊക്കെ ശരിയാക്കണല്ലേ. ഞാൻ കല്യാണ അമ്പലത്തിൽ നിന്ന് പൂരത്തിന് ഞങ്ങക്ക് വൈകുന്നേരം തുള്ളാനുള്ളതാ. എനിക്ക് അത് ഇരുന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെ നിൽക്കുള്ളൂ. ശരിയാക്കണം. നിന്റെ ഹെൽമെറ്റ് ഒന്നല്ല അത്, കുട്ടികളുടെ അല്ലാതെ.
അപ്പൊ പോട്ടെ കേട്ടോ. ആയി നിന്റെ ഹെൽമെറ്റ് വെക്കിടാ. ഇങ്ങനെ ഹെൽമെറ്റ് വെച്ചിട്ട് കാര്യമില്ല. ഹെൽമെറ്റ് വെക്കുന്നിന്റെ അമ്പലത്തിൽ പെട്ട് നിന്റെ വീഡിയോ ഒന്നും എടുത്തില്ലല്ലോടാ. ആദ്യം ആ സൺസ്ക്രീൻ ലോഷൻ ഇരിക്കുന്നില്ലേ ലാക്മേടെ വലുത് ഇങ്ങനെ പമ്പ് ചെയ്ത് നിൽക്കുന്നത്. സൺസ്ക്രീൻ ലോഷൻ ബാഗ് കൂടി കൊടുത്തിട്ടോ. ഇതാണ് ഞങ്ങളുടെ കാലത്തോളുള്ള ബാലേട്ടൻ്റെ മെഡിക്കൽ ഷോപ്പ്. ഞങ്ങൾ എന്ത് മെഡിസിൻ വേണമെങ്കിലും ഇങ്ങോട്ടാണ് കേട്ടോ വരാം. അപ്പോൾ എനിക്ക് കുറച്ച് മെഡിസിനൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞാൻ കുറ്റുമുക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറ്റുമുക്ക് പാടം വഴി വേണം കയറി പോകാനായിട്ട്. അതാ ഞാൻ പറഞ്ഞത് നല്ല വെയിലാവുന്നതിന് മുന്നേ പോയിട്ട് വരണം എന്ന്. ഇവിടെ നല്ല രസമാണ് കേട്ടോ. കാലത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും കൂടെ നല്ല വൈബാണ് കേട്ടോ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കാറൊക്കെ സൈഡിൽ പാർക്ക് ചെയ്ത് അവിടെ ബെഞ്ചുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് നല്ല രസമായിട്ട് ഇരിക്കുക കേട്ടോ. നല്ല വ്യൂവും നല്ല കാറ്റും നല്ല സീനറി ഒക്കെയാണ് അവിടെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഓർണമെൻറ്റ്സ് ഒക്കെ ആൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വയ്യാണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധനങ്ങളൊക്കെ ആൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാലൊക്കെ മേടിച്ച് കൊണ്ടുവന്നു. ഇതാണ് കല്യാണ പെണ്ണിന്. അതൊന്നും എടുക്കുന്നില്ല കേട്ടോ. അതൊക്കെ അതേപോലെ തന്നെ ബബിൾ റാപ്പ് ചെയ്തിട്ട് തന്നേക്കുന്നത്. അതൊന്നും എടുക്കുന്നില്ല. ഇത് ഞങ്ങളുടെ മാലയാണ്. അത് ഇത് ഷഞ്ജുനയുടെ മാലയും ഇത് എൻ്റെ മാലയുമാണ്. അപ്പം ഞാൻ അതൊന്നും ഇട്ട് നോക്കിയതായിരുന്നു. ഇതാണ് മാല. ഇതാണ് കേട്ടോ മാല. ഞങ്ങളിത് കല്യാണ പെണ്ണിന്റെ മാലയൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. മാല ഇതിലൊക്കെ മേടല്ലേ അവളുടെ ഇതൊക്കെ ഞാൻ അതുപോലെ തന്നെ വെച്ചു. കാരണം ബബിൾ റാപ്പ് ചെയ്തിട്ട് തന്നേക്കുന്നതാണ്. നമ്മൾ ഡാമേജ് വരുത്താൻ പാടില്ലല്ലോ. അപ്പൊ ഇത് ഡാമേജ് വരുത്താനൊന്നല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ്. അപ്പൊ ആമിക്ക് കാണിച്ചു കൊടുക്കട്ടതാ. ഇതാണ് ഷഞ്ജുനാണ് മാല. ഷഞ്ജുന് ഇതൊക്കെ ലൈഫിലാദ്യമായിട്ടൊന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അല്ല എത്ര വലുത്. ഞാൻ പക്ഷെ ഇടാറുണ്ട് കേട്ടോ. എത്ര വലുത് ഞാൻ ഇട്ടിട്ടില്ല ആവണു. പക്ഷെ ഇടാറുണ്ട് ഞാൻ. നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ ഞങ്ങള് അലക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോവാ. അപ്പൊ ഇനി അവിടെ വെച്ചിട്ട് കാണാം കേട്ടോ. നമ്മ നല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. കാണാവോ സ്പെഷ്യല്? കോഴി. കോഴി ഉറപ്പാ? ഇല്ലന്നുണ്ട്. അവിടെ വെച്ചിട്ട് കാണാം കേട്ടോ. ഞങ്ങൾക്ക് ഷാളും ഒക്കെ മുട്ടൊട്ടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂരത്തിന് നിന്ന് തുളണെങ്കിൽ എനിക്ക് കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം. എനർജി ഭയങ്കര ലോയ. ബാറ്ററി ലോയ. This is mine. കിട്ടും. ഞങ്ങളുടെ ദാവണിയുടെ അരപ്പട്ട ലേസ് കൊണ്ട് ഒരു തട്ടിക്കൂട്ട് അരപ്പട്ട. അമ്മയുടെ ഞാൻ എങ്ങനെ അറിയാ? ഈ ഒരളവ് തന്നെ ചുറ്റിക്ക് ഭാഗമായിരിക്കും. ഞാൻ എടുത്തോളാം വീഡിയോ. വേണ്ട എനിക്ക് എന്നെ കിട്ടണ്ട. എന്നെ കിട്ടണമെങ്കിൽ ഇതാ മത്തിയാൽ മതി. ഇവിടെ അമ്മ പണിച്ചതാണ്. സാധനങ്ങളാണ്. ഇതാണ് ഫോൺ കണ്ടിട്ടിരിക്കുന്നു. ഹലോ ഗൈസ്. ഞങ്ങളുടെ
ഇതാണ് കേട്ടോ ഞങ്ങൾ ഇടുന്ന കല്യാണത്തിന് ഞങ്ങളെ കാലത്തെ ബ്ലൗസ്. അപ്പൊ ഞങ്ങൾ ഇതിന് ചെറിയ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കുഞ്ഞു പിടിക്കില്ല, സമയമില്ല. കുറച്ച് ചെറുതിന് സിമ്പിളായിട്ട് ഒതുക്കി. കാരണം 5 ബ്ലൗസും ഒരേപോലെ ഡിസൈൻ ചെയ്യണം. 5 ബ്ലൗസും ചെയ്യണല്ലേ. ഞങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാൻ പോവാം. ആമി പറഞ്ഞ പോലെ ഒന്നല്ല കേട്ടോ, അമ്മ ഒരുപാട് സ്പെഷ്യലുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ, ഫിഷ് ഫ്രൈസ്, പിന്നെ പോർക്ക്, അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആണ്. ഉണ്ടാക്കിയിട്ട് അത് തരുന്ന കഴിക്കുമ്പോൾ അത് പ്രത്യേക രുചി തന്നെയല്ല. അത് ഇലയിലൊക്കെ നല്ല വൈബായിരുന്നേ. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അബ്ചാണ് ഷർട്ട് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവരുടെ കാവടിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അബ്ചാടനും ആദ്യമൊക്കെ അച്ഛനൊക്കെ അതിന് പോയായിരുന്നേ. അബ്ചാടന് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ ഉച്ചയ്ക്കാണ് വന്നത്. ഒരു സൈറ്റൊക്കെ പോവാനുള്ളതൊക്കെ പോയിട്ടാണ് ആൾ വന്നത്. അപ്പോൾ നല്ല വിശന്നിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ആൾ വരുന്നവരെ കാത്തിരിക്കായിരുന്നേ. ഇവിടെ പിള്ളേരൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഫ്രൈസിൻ്റെ ആളാട്ടോ. കറികളോട് വലിയ താല്പര്യമില്ലാത്തവരാ. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ എല്ലാവരും അവരവരുടെ ഇലയിൽ തന്നെ, ഒരാളുടെ സഹായം ഇല്ലാണ്ട് അതൊക്കെ അവരവരുടെ ഇലയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. കുഞ്ഞ് പിന്നെ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞ് ആ മേശയുടെ മുകളിലാണ്. കുഞ്ഞിക്ക് വേറെ ഇരിക്കുക, അവിടെ കസേരയില്ല. അപ്പോൾ ആളെ മേശയുടെ മുകളിൽ കയറ്റിയിരുത്തിയേക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊടുത്താൽ മതി. കുഞ്ഞ് മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ കാവടി തുടങ്ങിയ സമയത്ത്. പക്ഷേ വലിയ സീനില്ലാണ്ട് അല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാണ്ട് ആ മഴ മാറിപ്പോയി. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അബ്ചാണ്ട് ഷോട്ട് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ കാവടി കാണാൻ പോയിട്ടോ. കാണാട്ടോ ഞങ്ങളുടെ നാട്ടിലത്തെ പൂരത്തിൻ്റെ കുറച്ച് ആഘോഷങ്ങൾ കാണാട്ടോ. കുളത്തിൽ ആറാട്ട് മുങ്ങാൻ പോയി. അപ്പോൾ പൂരത്തിൻ്റെ തുള്ളലും തകർക്കലും ഒക്കെ കഴിഞ്ഞ് വയ്യാണ്ടായിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അടിച്ച് പൊളിച്ചു എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും വയ്യാണ്ടായിട്ടാണ് വന്ന് കയറിയത്. അപ്പോൾ നേരെ അമ്മ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് വയ്യാതായാലും നമുക്ക് മേളം കേൾക്കാണ്ടിരിക്കാൻ പോകാൻ പറ്റില്ല. മേളം കേൾക്കാൻ പോകണം. അപ്പോൾ അമ്മ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ പൂരപ്പറമ്പിലേക്ക് പോയിട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.